തന്തുവായാലും കിന്തുവായാലും വീട് വിൽക്കുന്നില്ല എന്നാണ് എന്റെ പുതിയ തീരുമാനം. അയ്യോ, അങ്ങനെ പറയരുത്. ഒന്നും പറയണ്ട. എന്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും ഏക കാരണം ഈ വീടാണ്. അറിയാമല്ലോ. നല്ല പാർട്ടിയാണെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായാലും ശരി, കോൺഗ്രസ് പാർട്ടിയായാലും ശരി, ഞാൻ ഈ വീട് കൊടുക്കുന്നില്ല. ആ പാർട്ടി അല്ല. പിന്നെ നല്ല പാർട്ടിയാണെങ്കിൽ പിള്ളേച്ചൻ വീട് കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിരുന്നു. തല പോയാലും പിള്ളേച്ചൻ വാക്ക് മാറില്ല. വാക്കല്ലാതെ പിന്നെ തല മാറ്റാൻ പറ്റുള്ളൂ. ഹിന്ദുക്കൾക്ക് വീട് കൊടുക്കില്ല എന്നും ഞാൻ പറഞ്ഞിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടല്ലോ. ഇത് ഹിന്ദു അല്ല, അസല് ക്രിസ്ത്യാനിയാ. താനെന്റെ ബലഹീനത്തിൽ തന്നെ കയറി പിടിച്ചു കളഞ്ഞല്ലോടോ പണിക്കരെ. ഇതേ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ. ശരി, ഒരു ക്രിസ്ത്യാനിക്കാണ് ഈ വീട് വിധിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഈശ്വരാ, താൻ അകമൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കടോ. ചെന്നാട്ടെ ചെന്നാട്ടെ. ആ തെണ്ടി അയ്യപ്പനോ മറ്റോ കാർ ഇങ്ങോട്ട് വരുന്ന കണ്ടോ? കാറ് കണ്ടു കാണും. പക്ഷെ ആ ചായക്കട മുമ്പിലെത്തിയപ്പോ ഞാനൊന്ന് കുഴിഞ്ഞോ. ആരാ, എന്താ, എവിടേക്കാ എന്നൊന്നും പിടിയിട്ടുണ്ടാവില്ല. വല്ലവനും അറിയുന്നതിന് മുമ്പേ ഈ വീട് ആ കൊണാപ്പന്റെ തലയിൽ കെട്ടിവെച്ച് അഡ്വാൻസ് വാങ്ങിക്കടോ. ഇത് മിക്കവാറും നടക്കണം. പാട് കുറെ പെട്ടെന്റെ പിള്ളേച്ചാ. എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ, അല്ലാണ്ട് ഞാനൊന്നും ആഗ്രഹിച്ചിട്ടല്ലേ. മനസ്സിലായി. എന്താ എന്താ? വീട് നോക്കാൻ വന്നതാ. പൗലോച്ചൻ എന്താ ഓർക്കാപ്പുറത്തൊരു ഭൂതത്തിനെ കണ്ടാ പേടിച്ചു പോവില്ലേ? പോരാത്തതിന് ഈ വീട്ടിലാണെങ്കിൽ ഈ വീട്ടിലാണെങ്കിൽ അന്യരാദ്യമായിട്ട് അകത്ത് കയറുന്ന, അതുകൊണ്ട് പറഞ്ഞതാ. അമ്മേ, എന്റെ അമ്മ അല്ല, മോള്. എന്താ അമ്മേ ഒരു നിലവിളി കേട്ടല്ലോ? ഈ മനുഷ്യനെ കണ്ട് പേടിച്ചു പോയതാ. ഒരു മനുഷ്യനെ ഇപ്പോൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. നേരാ, ഇതുവരെ ഞാൻ നിങ്ങളെയല്ലേ കണ്ടിട്ടുള്ളൂ. എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയമല്ല, ഭയങ്കര തമാശക്കാരിയാ. തമാശ കുടുംബം.